നമസ്കാരം. സിനിമാ കഥയെ വെല്ലുന്ന ടിസ്റ്റുകൾക്കൊടുവിൽ നടി ഹൻസിക മോട്വാനിയും ബിസിനസ്സുകാരൻ സൊഹൈലും കഴിഞ്ഞ ദിവസമാണ് വിവാഹമോചിതരായത്. തന്റെ അടുത്ത സുഹൃത്തിന്റെ ഭർത്താവായിരുന്ന സൊഹൈലിനെ ഹൻസിക വിവാഹം കഴിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. എന്നാൽ 2 വർഷം തികയും മുമ്പേ ആ ദാമ്പത്യം തകർന്നതോടെ സുഹൃത്തിന്റെ ജീവിതം തകർത്തവർക്ക് കാലം കാത്തുവെച്ച തിരിച്ചടിയാണ് ഈ വേർപിരിയൽ എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് സോഷ്യൽ മീഡിയ സജീവമാകുന്നത്. സ്വഭാവ രീതികളിലെ വ്യത്യാസമാണ് കാരണമെന്ന് അഭിഭാഷകർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ പലരും ഇതിനെ കർമ്മഫലം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 2016 ഹൻസികയുടെ ഉറ്റ സുഹൃത്തായ റിങ്കി ബജാജിനെയാണ് സൊഹൈൽ ആദ്യം വിവാഹം കഴിച്ചത്. ആ വിവാഹത്തിൽ മുൻനിരയിൽ നിന്ന് ആഘോഷങ്ങളിൽ പങ്കെടുത്ത ഹൻസികയുടെ വീഡിയോകൾ പിന്നീട് വലിയ ചർച്ചയായിരുന്നു. സുഹൃത്തിന്റെ ഭർത്താവുമായി ഹൻസിക പ്രണയത്തിലായതും തുടർന്ന് അവർ വിവാഹിതരായതും വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത്. മറ്റൊരാളുടെ കുടുംബം തകർത്താണ് ഹൻസിക സ്വന്തം ജീവിതം പടുത്തുയർത്തിയതെന്നായിരുന്നു അന്നുയർന്ന പ്രധാന ആരോപണം. ഹൻസികയുടെ അടുത്ത സുഹൃത്തായിരുന്ന റിങ്കി ബജാജിന്റെ മുൻ ഭർത്താവായിരുന്നു സൊഹൈൽ. 2016 നടന്ന ഇവരുടെ വിവാഹത്തിൽ ഹൻസിക നൃത്തം ചെയ്യുന്ന പഴയ വീഡിയോകൾ വൈറലായതാണ് വിമർശനങ്ങൾക്ക് മൂർച്ച കൂട്ടിയത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹൻസിക ഒരു ഡോക്യുമെന്ററി സീരീസ് തന്നെ പുറത്തിറക്കിയിരുന്നു. സൊഹൈലിന്റെ ആദ്യ വിവാഹം പരാജയപ്പെട്ടതിന് താനല്ല ഉത്തരവാദിയെന്ന് നടി അതിൽ ആവർത്തിച്ചു. അഭിഭാഷകർ വ്യക്തിപരമായ പൊരുത്തക്കേടുകളെന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിലും ചർച്ചകൾ നീളുന്നത് മറ്റൊരു വഴിക്കാണ്. വിവാഹമോചന വാർത്തകൾക്ക് പിന്നാലെ ഹൻസിക തന്റെ പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് പൂർണ്ണമായും മടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക് ഭാഷകളിലായി നിരവധി പ്രോജക്റ്റുകൾ ഹൻസികയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മഹാ എന്ന തന്റെ 50ാം ചിത്രത്തിന് ശേഷം കൂടുതൽ കരുത്തുറ്റ വേഷങ്ങൾ ചെയ്യാനാണ് താരം ലക്ഷ്യമിടുന്നത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പരിഹാസങ്ങളോടും വിമർശനങ്ങളോടും ഹൻസിക നിലവിൽ പ്രതികരിച്ചിട്ടില്ല. തന്റെ സ്വകാര്യത മാനിക്കണമെന്ന് താരം നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. ഹൻസികയുടെ വിവാഹമോചന വാർത്തകൾ വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയ പ്രധാനമായും 2 തട്ടുകളിലായാണ് പ്രതികരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉയരുന്ന വാദമാണ് കർമ്മഫലമെന്നത്. തന്റെ ഉറ്റ സുഹൃത്തിന്റെ കുടുംബം തകർത്താണ് ഹൻസിക സൊഹൈലിനെ വിവാഹം കഴിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഈ വേർപിരിയൽ അനിവാര്യമാണെന്നും പലരും കമന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ഹൻസികയുടെ വ്യക്തിപരമായ തീരുമാനമാണെന്നും ഒരു ബന്ധം പരാജയപ്പെട്ടാൽ അത് അവസാനിപ്പിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. അവരുടെ മുൻകാല ജീവിതത്തെ ഇപ്പോഴത്തെ അവസ്ഥയുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നാണ് ഇരുവരുടെയും പക്ഷം. വിവാഹത്തെ ഒരു ബിസിനസ് ആക്കി മാറ്റിയെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. ഇപ്പോൾ ആ സിനിമയ്ക്ക് ശുഭവര്യ അവസാനമായല്ലോ എന്ന തരത്തിലുള്ള പരിഹാസങ്ങളും ഉയരുന്നുണ്ട്. വിവാഹത്തിന് ശേഷം ഹൻസിക സിനിമയിൽ അത്ര സജീവമൊന്നും ആയിരുന്നില്ല. എന്നാൽ വേർപിരിയൽ വാർത്തകൾക്ക് പിന്നാലെ താരം തന്റെ സെക്കൻഡ് ഇന്നിംഗ്സിന് തയ്യാറെടുക്കുകയാണ്. തമിഴിലും തെലുങ്കിലുമായി 1/2 ഡസനോളം ചിത്രങ്ങൾ ഹൻസികയുടേതായി അടിയറയിൽ ഒരുങ്ങുന്നുണ്ട്. റൌഡി ബേബി, ഗാർഡിയൻ, മാൻ തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ. സിനിമകൾക്ക് പുറമെ OTT പ്ലാറ്റ്ഫോമുകളിലും ഹൻസിക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രമുഖ പ്ലാറ്റ്ഫോമുകളിലെ പുതിയ സീരീസുകളിൽ താരം കരാർ ഒപ്പിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. വിവാഹമോചന വിവാദങ്ങൾക്കിടയിലും ഹൻസികയുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പദവിക്ക് ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല. ഫാഷൻ, ബ്യൂട്ടി രംഗത്തെ മുൻനിര ബ്രാൻഡുകളുടെ പരസ്യങ്ങളിൽ താരം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് ഹൻസിക ഇതുവരെ പരസ്യമായി വൈകാരിക പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പുതിയ സിനിമകളുടെയോ ഫോട്ടോഷൂട്ടുകളുടെയോ വിശേഷങ്ങൾ പങ്കുവച്ച് താൻ സന്തുഷ്ടയാണെന്ന് കാണിക്കാനാണ് താരം ശ്രമിക്കുന്നത്. സൊഹൈലിൽ നിന്നും പണമോ മറ്റ് ആനുകൂല്യങ്ങളോ വാങ്ങാതെ പിരിഞ്ഞത് തന്റെ സ്വയം പര്യാപ്തത വ്യക്തമാക്കാനാണെന്നും വിലയിരുത്തപ്പെടുന്നു.